ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, സ്നേഹവും ത്യാഗവും സമാധാനവുമാണ് ജീവിതത്തെ മനോഹരമാക്കുന്നത് എന്ന വലിയ സന്ദേശത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ക്രിസ്മസ് വരവായി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ലൂക്കാസ് സുവിശേഷകൻ്റെ വിവരണമാണിത്. ഏവർക്കും ഉണ്ണിയേശുവിൻ്റെ പിറവി തിരുനാളിൻ്റെ പ്രാർത്ഥനാ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. ഭൂമിയിൽ അലയുന്ന മനുഷ്യനെ സ്വർഗത്തിലേക്ക് ഉയർത്താൻ ദൈവം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദിനമാണ് ക്രിസ്മസ്. ലോകത്തിൻ്റെ പാപാന്ധകാരങ്ങളിൽ നിന്ന് മാനവകുലത്തെ രക്ഷിക്കാൻ ജീവൻ തന്നെ നൽകുക എന്നതായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനന ലക്ഷ്യം. കാലിത്തൊഴുത്താകുന്ന ഗുഹയിൽ നിന്ന് തുടങ്ങിയ ഈശോയുടെ ജനനം അവസാനിക്കുന്നത് ഒലിവ് തോട്ടത്തിലെ പാറ കൊണ്ട് വെട്ടിയുണ്ടാക്കിയ മറ്റൊരു ഗുഹയിലുമായിരുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 51:1 വാക്യത്തിൽ നാം വായിക്കുന്നു: രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടില്ല. നമ്മുടെ ദുഃഖങ്ങളിൽ, തകർച്ചകളിൽ, യുദ്ധാന്തരീക്ഷങ്ങളിൽ രക്ഷയുടെ കരം നീട്ടി നമ്മെ താങ്ങുന്നവനാണ് കർത്താവായ യേശു. അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും പ്രവാചകന്മാരിലൂടെയും എല്ലാം ജനങ്ങൾക്കുമിടയിൽ അത്ഭുതം പ്രവർത്തിച്ച ദൈവം ഇന്നും നമ്മുടെ ജീവിതത്തിൽ വന്ന് വസിച്ചുകൊണ്ട് നമുക്കായി സമാധാനം നൽകാൻ ഒരുങ്ങുന്നു. യോഹന്നാൻ 3:16 പറയുന്നു: എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹമാണ് പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശു. അങ്ങനെ മനുഷ്യനോടുള്ള അതിരറ്റ സ്നേഹത്തെ പ്രതി മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു പിറന്നു. ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത് സ്വയം എളിമപ്പെടുത്തിക്കൊണ്ടാണ്. ഈ ഒരു രൂപപ്പെടുത്തൽ വഴി ഒരിക്കൽ ഏദൻ തോട്ടത്തിൽ അടക്കപ്പെട്ട പർദീസയുടെ വാതിൽ തുറക്കപ്പെട്ട രാത്രിയാണ് ക്രിസ്മസ് രാത്രി. പുൽക്കൂട്ടിലെ ഉണ്ണീശോ നമ്മെയും ക്ഷണിക്കുന്നത് ഈ എളിമപ്പെടലിൻ്റെ മനോഭാവത്തിലേക്കാണ്. കാരണം സ്വയം എളിമപ്പെടുത്തുന്നവർക്ക് മാത്രമാണ് ഉണ്ണിയേശുവിനെ കാണാനും ആരാധിക്കുവാനും സാധിക്കുകയുള്ളൂ. സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം നൽകുന്ന ക്രിസ്മസ് ജാതിമത ഭേദമന്യേ ഏവരും ആഘോഷിക്കുന്ന ഉത്സവമാണ്. ക്രിസ്മസ് അങ്ങനെ നോക്കുമ്പോൾ വിശ്വശാന്തി ദിനം തന്നെയാണ്. ജാതിയുടെയും മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും പേരിൽ ഭിന്നതകൾ ഉണ്ടാക്കുവാനും അശാന്തിയുടെയും അസമാധാനത്തിൻ്റെയും വിത്ത് വിതയ്ക്കാനും ചിലർ മുന്നേറുമ്പോഴും മാധ്യമ ചർച്ചകളും മറ്റാശയവിനിമയങ്ങളും അതിനുള്ള വഴികൾ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ നാം ജാഗരൂകരായിരിക്കണം. ജാതിമത സാമുദായിക രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് അതീതമായി വ്യക്തിയുടെ മഹത്വം അംഗീകരിക്കുവാൻ നാം തയ്യാറാകണം. അപ്പോഴാണ് സമാധാനത്തിൻ്റെ ദൂതുമായി ലോകത്തിലേക്ക് വന്ന ഉണ്ണിയേശുവിന് പ്രിയപ്പെട്ട മക്കളായി മാറുവാൻ നമുക്കും കഴിയുകയുള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല ക്രിസ്മസ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ക്രിസ്തു മനുഷ്യനായി പിറക്കട്ടെ. നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബങ്ങളിലും
നാം ആയിരിക്കുന്ന എല്ലായിടങ്ങളിലും ക്രിസ്തുവിന് ജനിക്കാൻ സ്നേഹത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പാതയിലൂടെ നമുക്കും ചരിക്കാം. ഉണ്ണിയേശു നമ്മെ എല്ലാവരെയും ഏറ്റവും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്മസ് ആശംസകൾ.